ഫുട്ബോൾ മൈതാനത്തിൽ ആരും കാണാത്ത തിരക്കഥകൾ എഴുതുന്ന സ്പാനിഷ് മധ്യനിരയുടെ യഥാർത്ഥ ശില്പി സാക്ഷാൽ റോഡ്രി. മുമ്പിൽ കളിക്കുന്ന സ്ട്രൈക്കർമാരും വിങ്ങർമാരും ഗോളടിച്ച് കൈയടി നേടുമ്പോൾ ആർക്കും പിടികൊടുക്കാതെ കളി നിയന്ത്രിക്കുന്ന സ്പെയിനിന്റെ എഞ്ചിനാണ് മുൻ ബാലൻഡിയർ ജേതാവ് കൂടിയായ ഈ മാഞ്ചസ്റ്റർ സിറ്റി താരം. വെറുമൊരു മിഡ്ഫീൽഡർ മാത്രമല്ല അവൻ. മൈതാനത്തെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലാക്കുന്ന ഒരു വൻ സാമ്രാജ്യമാണ് അവൻ പടുത്തുയർത്തുന്നത്. അതിന് തെളിവാണ് ഈ ലോകകപ്പിൽ അവൻ കുറിച്ച സമാനതകളില്ലാത്ത ചരിത്ര റെക്കോർഡുകൾ. ഈ ടൂർണമെന്റിൽ മാത്രം 705 പാസുകൾക്ക് ശ്രമിച്ചതിൽ 655 പാസുകളും കൃത്യമായി സഹതാരങ്ങളിലേക്ക് എത്തിച്ച് ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പാസുകൾ പൂർത്തിയാക്കുന്ന കളിക്കാരൻ എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡാണ് റോഡ്രി സ്വന്തമാക്കിയത്. 92.9% എന്ന അവിശ്വസനീയമായ കൃത്യതയോടെയാണ് അവൻ ഈ നേട്ടം കൈവരിച്ചത്. 2022 ഖത്തറിൽ താൻ തന്നെ സ്ഥാപിച്ച 638 പാസുകളുടെ സ്വന്തം റെക്കോർഡാണ് റോഡ്രി ഇവിടെ തിരുത്തിക്കുറിച്ചത്. 1966 റെക്കോർഡുകൾ സൂക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പാസുകൾ പൂർത്തിയാക്കിയ 2 റെക്കോർഡുകളും ഇപ്പോൾ ഈ ഒറ്റ മനുഷ്യന്റെ പേരിലാണ്. മൈതാനത്ത് അവൻ വരുത്തിയ സ്വാധീനം വെറും പാസുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ ലോകകപ്പിൽ 794 ടച്ചുകളുമായി കളിയുടെ ഗതി മുഴുവൻ റോഡ്രി തൻ്റെ കാലുകളിൽ സൂക്ഷിച്ചു. എതിരാളികളുടെ ബോക്സിന് തൊട്ടടുത്ത്, അതായത് ഫൈനൽ തേർഡിൽ മാത്രം 173 പാസുകളാണ് അവൻ സഹതാരങ്ങൾക്ക് നൽകിയത്. അതും 92.5% എന്ന അപാരമായ കൃത്യതയോടെ. പ്രതിരോധത്തിൽ പൗക്കുബാസിക്കും ലപ്പോട്ടയ്ക്കും ഒരു കവചമായി നിൽക്കുന്ന റോഡ്രി തന്നെയാണ് സ്പെയിനിന്റെ അക്രമങ്ങൾക്ക് പിന്നിൽ നിന്ന് ഈ നമ്പറുകളിലൂടെ ജീവൻ നൽകുന്നത്. ഇനി വരുന്നത് ലോകകപ്പിന്റെ കലാശപ്പോരാണ്. അവിടെ റോഡ്രിക്ക് നേരിടേണ്ടി വരുന്നത് മെസ്സിയും എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന അർജന്റീനയുടെ അതിശക്തമായ മധ്യനിരയെയാണ്. കളിയിലുടനീളം ലയണൽ മെസ്സിയിലേക്ക് പോകുന്ന പന്തുകളുടെ വഴി അടയ്ക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഫൈനലിൽ റോഡ്രിയെ കാത്തിരിക്കുന്നത്. മധ്യനിരയുടെ ഭരണം ഈ റെക്കോർഡ് രാജാവ് കൈക്കലാക്കുമോ അതോ അർജന്റീന അവനെ പൂട്ടുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.